അതിൻ്റെ ചടുലതയുണ്ട്. അതിൽ അധർമ്മത്തിന് സ്ഥാനമുണ്ട്. എന്തും ഏതും ചെയ്ത് ജീവിക്കുവാനുള്ള അടിപൊളി ജീവിതമുണ്ട്. അങ്ങനല്ലേ അതിന് പദം. അതൊന്നുമില്ലാത്ത അച്ചടക്കത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, സ്വയം നിർമ്മിതമായ ദാരിദ്ര്യത്തിൻ്റെ തലമുണ്ട് മറ്റതിന്. വിദ്യാഭ്യാസകാലം കൃത്യമായ ബ്രഹ്മചര്യത്തിലും കൃത്യമായ ദാരിദ്ര്യത്തിലും കൃത്യതയുള്ള അച്ചടക്കത്തിലും നിർത്തിയാൽ ശരീരം വിസ്തൃതമാവും. കർമ്മങ്ങൾ കൃത്യമാവും. തന്നെ രക്ഷിക്കുവാനും താനിടപെടുന്ന ലോകത്തെ രക്ഷിക്കുവാനും കരുത്തു നേടും. അതിലൂടെ വന്നവൻ്റെ സാമീപ്യവും സമ്പർക്കവും വാക്കും ആയിരങ്ങളെ രക്ഷിക്കും. അല്ലാത്തവൻ്റെ ദുരുപദിഷ്ടമായ വാക്കും പ്രവൃത്തിയും മനസ്സും ആയിരങ്ങളെ നശിപ്പിക്കും. ഏതും തിരഞ്ഞെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് വഴിയും ഈക്വലാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് രണ്ടും തിരഞ്ഞെടുക്കാം. ഇന്നത് വേണമെന്നൊരു നിർബന്ധവും എനിക്കില്ല. ഇന്ദ്രിയപരമായ സ്വാതന്ത്ര്യം വേണോ? ആരെയും നശിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിധം വാക്കും മനസ്സും കൊണ്ടുപോകണോ? സകല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിച്ചറിവ് നേടണമെന്ന ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഇന്ദ്രിയപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ നിങ്ങൾ പോകണം. അതല്ല, ജീവിതത്തിന്റെ സ്വച്ഛന്തത അനുഭവിക്കണമോ? നിങ്ങളിലെ സാക്ഷിയെ സാക്ഷിയാക്കി നിർത്തി അമ്മ ചെയ്യുന്നതും അച്ഛൻ ചെയ്യുന്നതും അധ്യാപകർ ചെയ്യുന്നതുമെല്ലാം ആ സാക്ഷി സങ്കല്പിച്ചിട്ട് നിങ്ങളെ ഒരു അച്ചടക്കമുള്ളവനാക്കി തീർക്കുവാൻ പര്യാപ്തമായ ഗുരുവായിരുന്ന് ഉപദേശിച്ച് കൂട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ സ്വതന്ത്രരാകുകയും പഠിക്കുന്നത് ഉൾക്കൊള്ളാൻ എളുപ്പമാവുകയും പഠിക്കുന്നത് ഏത് വിദ്യയാണോ അതിൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക് എല്ലാ വിദ്യകളെയും കോർത്തിടാൻ കഴിയുകയും ലോകത്തിലുള്ള എല്ലാ അറിവിനും താൻ അറിഞ്ഞ അറിവിന് പ്രസക്തിയുണ്ടെന്നറിയുകയും അതിനെയെല്ലാം സമഗ്രമായി ചേർത്ത് വിശ്വവിശാലമായ ഒരു അറിവിലേക്ക് നിങ്ങൾ വികസിക്കുകയും ചെയ്യും. അവിടെ കേൾക്കുന്നതെല്ലാം, കാണുന്നതെല്ലാം, പറയുന്നതെല്ലാം, സ്പർശിക്കുന്നതെല്ലാം തൻ്റെ അറിവിന് പ്രയോജനപ്പെടുന്നതായിരിക്കും. പെട്ടെന്നുള്ള ഷോക്കിൽ ഒരാളുടെ വായ കോടിപ്പോയിരിക്കുക, പൊളിച്ചിരിക്കുക, താടി പിടിച്ചു പൊളിച്ചിരിക്കുകയാണ് വായ. ഇന്നത്തെ നിലയിലൊരു ഡോക്ടറെ അടുക്ക ചെന്നാൽ തീർച്ചയായും അയാൾ ആദ്യം ഇൻ്റർനെറ്റിലടിക്കും. അഫേഷ്യയാണോ മറ്റുള്ളതാണോ എന്നൊക്കെ ഒന്ന് നോക്കാൻ ആദ്യം ഡയഗ്നോസിസിനടിക്കും. എല്ലാ ലക്ഷണവും അതിലടിച്ചു കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകൾ അടിക്കും. അത് വായിലിട്ടാൽ അവിടെ കിടക്കും, അകത്തേക്ക് പോകില്ല. പഴയ ഒരു ഡോക്ടറാണെങ്കിൽ ഇത്രയൊന്നും പണിയില്ല. നേരെ ഒരു തീക്കൊള്ളി എടുത്തുകൊണ്ടത് വായിക്കകത്തോട്ട് കുത്തി കയറ്റാൻ തുടങ്ങും. തപ്പെന്ന് അവൻ അടയ്ക്കും. പൊക്കോളാനും പറയും.
ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. അവിടെ ഡോക്ടർ ഉപയോഗിച്ച അവന്റെ ഭയത്തെയാണ് ഔഷധമായി ഉപയോഗിച്ചത്. ഇയാള് എന്റെ വായിക്കകത്തോട്ട് തീക്കൊള്ളിയും കൊണ്ടുവരിക, പൊള്ളി നാനാവിധമാകുമെന്ന് അറിയുമ്പോഴേക്ക് ബ്രെയിൻ ടപ്പെന്ന് നിർദ്ദേശം കൊടുത്തു, ടപ്പെന്ന് കിടോന്നൊരൊച്ച കേട്ടു, അടഞ്ഞു. ഉമിനീര് വരുന്നില്ല, എനിക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞു വന്നൊരു രോഗി മുമ്പിലിരിക്കുകയാണ്. ഭാര്യയെ വിളിച്ച് അതൊക്കെ പറഞ്ഞു, എനിക്കത് കഴിക്കേണ്ട സമയമായി, നിന്നോട് അതിങ്ങ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി എന്ന് ചോദിച്ചു. അകത്തി എന്ന് നല്ല പുളി എടുത്തുകൊണ്ട് വന്ന് ഇവന്റെ മുമ്പിലിരുന്ന് അങ്ങ് കഴിക്കുകയാണ്. മനസ്സിലായില്ല? അതിന് 1000 രൂപയുടെ ഗുളിക എഴുതി കൊടുത്തില്ല, വെറുതെ പുളി തിന്നോണ്ടിരുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ വായി കപ്പലോടിക്കാവുന്നായപ്പോൾ പറഞ്ഞു, ഇനി മരുന്നൊന്നും വേണ്ട, വീട്ടിൽ പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ? എവിടെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ചുറ്റുപാടുകളെ മുഴുവൻ സമഗ്രമാക്കി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുക. അവിടെയാണ് വിഷയങ്ങളും വിഷയിയായിരിക്കുന്നവനും തമ്മിലുള്ള ചേർച്ച. അതാണ് അതിൻ്റെ ഫിസിയോളജി, അനാട്ടമി. കാണുന്നവനും കാഴ്ചയും കാണുക എന്ന പ്രക്രിയയും. ഒന്നുകൂടി എടുക്കാം. ഇത് വിഷയം, കാണാവുന്ന ഒരു വസ്തു. കാണുന്ന ഞാൻ, ഇതിനെ കാണുന്നു ഞാൻ. നിർമ്മലാനന്ദൻ എന്ന കാണുന്നവൻ, നിർമ്മലാനന്ദൻ കാണുന്ന വോയിസ് റെക്കോർഡർ, അങ്ങനെയാണോ ഇതിൻ്റെ പേര്? അങ്ങനെ തന്നെയാണ്. വോയിസ് റെക്കോർഡർ കാണുന്ന കാഴ്ച വസ്തു. കാണുക എന്ന പ്രക്രിയ. ഈ ഒരു കാഴ്ചയ്ക്കിടയിൽ ഇത് സ്വന്തമാക്കുന്ന, ഉപയോഗിക്കുന്ന, അതുപയോഗിച്ചുണ്ടാക്കാവുന്ന ലോകങ്ങളെ എൻ്റെ പൂർവവാസനയ്ക്കനുസരിച്ച് അനുകൂലവും പ്രതികൂലവും, ഓഫായി പോയിട്ടുണ്ടോ എന്ന് നോക്കിയേക്കണേ, കൈകൊണ്ടെടുത്തോണ്ട്, ഉപയോഗിച്ചു ഉണ്ടാക്കാവുന്ന ലോകങ്ങൾ അനുകൂലവും പ്രതികൂലവും നന്മയും തിന്മയും തികഞ്ഞ് 1000 ഉണ്ടാകുന്നത് ഇതും ഞാനും തമ്മിലുള്ള ചേർച്ചയിൽ നിന്നാണ്. ഇങ്ങനെ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും ഉണ്ടാകുന്ന 5 വിഷയങ്ങളോടും ഒരു വ്യക്തി ചേരുന്ന ചേർച്ചയിൽ അയാളെ ബന്ധിച്ചു കൊണ്ടുപോയി ഹിംസാത്മകതയിലേക്കോ നന്മയിലേക്കോ തിന്മയിലേക്കോ ദുഷ്ടതയിലേക്കോ സത്യത്തിലേക്കോ അസത്യത്തിലേക്കോ ഗുണത്തിലേക്കോ ദോഷത്തിലേക്കോ അറിവിലേക്കോ അറിവില്ലായ്മയിലേക്കോ ഒക്കെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് വിശേഷേണ ബന്ധിക്കുന്നത് എന്നർത്ഥത്തിൽ വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ അസോസിയേഷനും ഓരോ വിഷയ ചർച്ചയും എൻ്റെ അന്തരംഗത്തിൽ എവിടെയോ അത് സ്വീകരിക്കുന്നവനെ, ഇംഗ്ലീഷ് മീഡിയമാണ് നിങ്ങൾ തോന്നുന്നു,
എങ്ങനെയാ പറയുക? ടു പെർസീവ് അല്ലേ? നിങ്ങളുടെ ബോധം എങ്ങനെയാണ് ഒരു വസ്തു വികസിപ്പിക്കുന്നത്? ബന്ധിച്ചു നിർത്തി ഒരു പെർസീവറെ ഉണ്ടാക്കുന്നു. വിഷയവും നിങ്ങളുടെ ഇന്ദ്രിയവും നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ശരീരകോശങ്ങളും ഹോർമോണുകളും എൻസൈമുകളും എല്ലാം ചേർന്ന് നിങ്ങളെ തടിപ്പിച്ച് കൊഴുപ്പിച്ച് ശരീരത്തിന് വെളിയിലേക്ക് വിസ്തൃതമാക്കി വിശാലമായ ഒരു ലോകത്ത് കൊണ്ടുവന്ന് ബന്ധിച്ച് നിർത്തി അതിനനുസരിച്ചുള്ള പെർസെപ്ഷൻ. മലയാളം അനുഭവം എന്ന് പറയാവോ? അനുഭവം, അനുഭവിക്കുന്നവൻ, പെർസീവർ. പെർസെപ്ഷൻ, പെർസീവർ. ആ ഒരു അനുഭവത്തിൽ നിന്ന് ആയിരം ചിന്തകൾ ഉടലെടുക്കും. ഇത് ഞാനും മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സാധനങ്ങൾ ചേർന്നിട്ട് അതിനെ തുടർന്ന് ഇതുപയോഗിച്ച് വേറൊരുത്തനോട് വർത്തമാനം പറയുന്ന വേളയിൽ ഇത് ഓൺ ചെയ്ത് പോക്കറ്റിലിട്ട് അവൻ കാണാതെ അവൻ്റെ ഉള്ളെടുത്ത് അവൻ്റെ സുഹൃത്തിനോട് പിന്നെ ഇത് കേൾപ്പിച്ചു കൊടുത്ത് രണ്ടിനെയും തെറ്റിച്ച് അവൻ്റെ വ്യവസായം കുത്തുവാള എടുപ്പിച്ച് എങ്ങനെ പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം എന്നിൽ രൂപാന്തരപ്പെടാം. ഒരു ഫീലർ, ഫീലിങ്സ്. അതിനനുഗുണങ്ങളായ 1000 ചിന്തകൾ എന്നെ അത് ചിന്തയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഞാൻ ചിന്തകനും എൻ്റെ ചിന്തകളും ഉണ്ടാകുന്നത്. മാനവ ബന്ധനത്തിൻ്റെ ഇതിഹാസം വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്ന് വിരചിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ അറിയേണ്ടത് ഈ വിഷയങ്ങളോടുള്ള എൻ്റെ പ്രതിപത്തിയെ കൃത്യമായൊരു അച്ചടക്കത്തിൽ നിർണയിച്ച് ആവശ്യപ്രേരിതമായി എൻ്റെ ആവശ്യം, പരൻ്റെ ആവശ്യം, സമഷ്ടിയുടെ ആവശ്യം, സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ, അനിച്ഛാപൂർവകങ്ങളായ അദൃഷ്ടങ്ങളായ അവ്യവസ്ഥിതങ്ങളായ യാദൃച്ഛികങ്ങളായ, ഇംഗ്ലീഷ് സ്പോണ്ടേനിയസ് എന്ന് പറയാമെന്ന് തോന്നുന്നു. എൻ്റെ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ എക്സാക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പറയാം. ജീവിതത്തിൽ ഏറ്റവും ആനന്ദം ഉണ്ടാകുന്നതാണ് യാദൃച്ഛികത, സ്പോണ്ടേനിറ്റി. അത്തരമൊരു ഇച്ഛയാണോ? എനിക്കൊരാഗ്രഹമില്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമാജത്തിൻ്റെ ആഗ്രഹമാണോ? കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ ഇതറിയാം. ചില കുട്ടികൾ പഠിക്കാൻ എളുപ്പം, അവന് പ്രിയമുണ്ട് എന്ന് വരുത്തി തീർത്ത അച്ഛൻ്റെ ആഗ്രഹത്തിനാണ്. ചില കുട്ടികൾ അമ്മയുടെ ആഗ്രഹത്തിനാണ്, ചില കുട്ടികൾ സുഹൃത്തുക്കളുടെ ആഗ്രഹത്തിനാണ്. പഠനം
വളർച്ച, വികാസം ഇവ പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികൾ ഏതാണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. എൻ്റെ വാദം ശരിയാണോ? എൻ്റെ വാദം ഏതാണ്ട് ശരിയാണോ? പഠിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി കേവലമായി ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവർ അത്യപൂർവമാണ്. 1% പോലും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടി പിന്നെ ചിലപ്പോൾ നന്നായി പഠിക്കാതിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ പഠിക്കുന്നവൻ മാത്രമാണ് പഠനത്തിന് വേണ്ടി പഠിക്കുന്നത്. ഒട്ടെല്ലാവരും ഒരു നിശ്ചിത കാലത്തേക്ക് പഠിക്കുന്നവരാണ്. ട്രൂ. അതുകൊണ്ട് പഠിക്കുക എന്ന പ്രക്രിയ സർവ്വസാധാരണമല്ല. ഇതാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മാതാപിതാക്കളും അറിയേണ്ടത്. പഠിക്കുക എന്നത് സർവ്വസാധാരണമായി സംഭാവ്യമായ ഒരു ഇതിഹാസമല്ല. സമ്മതാവോ? ആവോ? നേരുണ്ടോ? നേരുണ്ടോ? നല്ലപോലെ പഠിക്കുന്ന കുട്ടി അമ്മയെ വളരെ ഇഷ്ടമായതുകൊണ്ട് അമ്മയോടുള്ള പ്രിയം ഹേതുവായി പഠിക്കുക. എപ്പോഴെങ്കിലും തൻ്റെ പ്രിയത്തിന് വിധേയയായ അമ്മയെക്കുറിച്ച് ആ പ്രിയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്താൽ പിറ്റേ ദിവസം മുതൽ അവൻ്റെ പഠിത്തം കുത്തുവളയാണ്. പിന്നെ പ്രതികാരമാണ്. പിന്നെ പഠിക്കുകയില്ല എന്നല്ല, പഠിത്തം ഉഴപ്പി ദുഃഖിപ്പിച്ച് മാത്രമേ അവൻ ഉറങ്ങുള്ളൂ. ചില കുട്ടികൾ അച്ഛനോടുള്ള പ്രിയം ഹേതുവായാ പഠിക്കുന്നത്. അച്ഛൻ്റെ സ്ഥാനം, മാനം, അച്ഛൻ്റെ വലിപ്പം, അച്ഛനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അച്ഛൻ്റെ ദുഃഖം, അച്ഛന് വേണ്ടി പഠിച്ച് അച്ഛനെ സന്തോഷിപ്പിക്കാൻ, അച്ഛൻ്റെ പ്രിയം സമ്പാദിക്കാൻ പഠിക്കുന്ന കുട്ടികളുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ പ്രിയം തകർന്നാൽ പഠിത്തം തീർന്നു. ഇതറിയാതെയാണ് കൗൺസിലിംഗുകാരും മരുന്ന് കൊടുക്കുന്നവരും ബുദ്ധി വികസിക്കാൻ വേണ്ടി ബ്രഹ്മീകൃതവും മറ്റും ജപിച്ചു കൊടുക്കുന്ന തള്ളമാരും ഒക്കെ പണിയെടുക്കുന്നത്. ഇത് ബുദ്ധിയുടെ വൈകല്യമല്ല. പറഞ്ഞതിൽ നേരുണ്ടോ? നേരുണ്ടോ? കുലുക്കില്ലല്ലോ. നിങ്ങൾ രാവിലെ പഴങ്കഞ്ഞാണോ കുടിക്കുന്നത്? നല്ല കുട്ടികൾ നല്ല ഒരുമാതിരി നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നതല്ലേ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ? ഉണ്ട്. 3 ചില കുട്ടികൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. കൂടെ പഠിക്കുന്ന ചിലർക്ക് വേണ്ടി പഠിക്കാൻ കൊള്ളുകയില്ലായിരുന്നു. 5ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയോ മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അച്ഛനമ്മമാർ ഫണ്ടമെന്റൽ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് 100 ട്യൂഷൻ മാസ്റ്റർ എടുക്കുക വിട്ടു. അവർ തലയും കുത്ത് നിന്നിട്ട് ഒരു ഫണ്ടമെന്റലും പഠിച്ചില്ല.
മാത്തമാറ്റിക്സിന് 2 മാർക്ക്, ഫിസിക്സിന് 1 മാർക്ക് ഒക്കെ മേടിച്ച് ജയിച്ചാ വന്നിരിക്കുന്നത്. ഇതൊക്കെ കിട്ടിയാലും ജയിക്കുമെന്ന് തോന്നുന്നു. ജയിക്കില്ലേ? ഏതാ ജയിക്കുകയല്ലേ? ജയിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. മോഡറേഷൻ ജയിപ്പിക്കും എന്തായാലും. തോറ്റൊരു ഇതിന് വിഷയത്തിന് തോറ്റുപോയതായി പ്രോഗ്രസ് കാർഡും ഒക്കെ കാണും, പക്ഷേ പ്രൊമോഷൻ കിട്ടും. പറ്റുകയില്ല, അതുകൊണ്ട് ചെയ്യും. പിന്നെ ചില സൂത്രപ്പണി മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ TC കൊടുത്ത് വിടും. അതും അച്ഛൻ കളക്ടറോ വല്ലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പണിയാവും. Am I right? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവിന് തെറ്റുണ്ടോ ആവോ? ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പോ പഠിക്കുമ്പോ അങ്ങനെ പഠിക്കാൻ കൊള്ളുകയില്ലാത്തൊരു കുട്ടി 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ വെച്ച് ചാരുവായി പഠിക്കുന്ന ഒരു കുട്ടിയുമായി സമ്പർക്കം പുലർത്തി വളരെ സ്നേഹത്തിലെത്തിയാൽ ഒന്നുകിൽ ആ പഠിക്കുന്നവൻ അന്നു മുതൽ പഠിക്കാത്തവനാവും, അല്ലെങ്കിൽ ഇവൻ പഠിക്കുന്നവനുമാവും. പ്രഭാവം ആർക്കാണോ അതുപോലെ ഇരിക്കും ഇതിന്റെ കളി. ഫണ്ടമെന്റൽ ഒന്നുമില്ല, ഫണ്ടമെന്റൽ ഒന്നും വേണ്ട പഠിക്കാൻ. ഫണ്ടമെന്റലൊക്കെ തനിയെ ഇങ്ങി വരും. ഇവന്റെ പഠിത്തം കാണുമ്പം വീട്ടുകാര് ഉടനെ തന്നെ തീരുമാനിക്കും, അത് ഇന്നിടത്തെ ജ്യോതിഷി പറഞ്ഞതാണ്, 8 വയസ്സ് കഴിയുമ്പോഴേക്കെല്ലാം നേരെയാവും. ജ്യോതിഷി പറഞ്ഞതും ശരിയായി. ഇവൻ വേറൊരാൾക്ക് വേണ്ടി പഠിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി. അവിടെ നിന്ന് ഈ കുട്ടിയെ മാറ്റി വേറൊരു സ്കൂളിൽ ആക്കിക്കഴിഞ്ഞപ്പോൾ പഴയതിനേക്കാൾ മോശമായി. അപ്പൊ ഇവൻ ചോദിക്കും, ഇപ്പൊ ജ്യോതിഷി വല്ലതും പറഞ്ഞു അച്ഛാ? ലോകത്ത് കുട്ടികൾ പഠിക്കുന്നത് പലപ്പോഴും അവർക്ക് വേണ്ടിയല്ല. ആധുനികന്റെ കുട്ടികൾ പഠിക്കാൻ മോശമാകുന്നതും പ്രാചീനന്റെ കുട്ടികൾ പഠിക്കാൻ മെച്ചമാകുന്നതും പ്രാചീനൻ എനിക്ക് വേണ്ടി പഠിക്കണമെന്നാണ് കുട്ടിയോട് പറയുന്നത്. ആധുനികൻ എനിക്ക് വേണ്ടി നീ പഠിക്കുകയൊന്നും വേണ്ട, നിനക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിന്റെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ കാര്യം ചെയ്യുന്നത് എന്ന നാണം കെട്ട വർത്തമാനം പറയുന്നത് കൊണ്ടാണ് പഠിക്കാത്തത്. അസ്വാതന്ത്ര്യത്തിന്റെ ഒരു തലം രൂപപ്പെടുന്നത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെയെല്ലാം കാണാം. വ്യക്തി ഓരോ തരത്തിൽ വിഷയങ്ങളിൽ അസ്വതന്ത്രനാണ്. അച്ഛനിൽ, അമ്മയിൽ, മകനിൽ, മകളിൽ, ബന്ധുക്കളിൽ, പരിചയക്കാരിൽ, അധ്യാപകരിൽ. 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാത്തമാറ്റിക്സ് അധ്യാപിക മാറിപ്പോയി, പകരം ഒരു അധ്യാപിക വന്നു. അതുവരെ പഠിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ പഠിച്ചു വരും. അതുവരെ മറ്റ് ചില അധ്യാപികമാരാണ് വരുന്നതെങ്കിൽ അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പഠിക്കാതെയുമായി വരും. ഇതിന് നിയമമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വ്യവസ്ഥാപിത സമൂഹങ്ങൾ അതിൻ്റെ വ്യവസ്ഥാപിത പദ്ധതികളിലൂടെ പോകുമ്പോൾ
മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും അസ്വാതന്ത്ര്യം വരുന്ന ലോകങ്ങളെ പ്രായണ ചിന്തിക്കാറില്ല. ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ളൊരു എളുപ്പ വഴിയാണ് പറഞ്ഞത്. പഠിക്കുമ്പോഴും വിചാരിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഇടപെടുമ്പോഴുമെല്ലാം നേരത്തെ തന്നെ തന്നിലെ കാണുന്നവനായി ഒരുവനെ മാറ്റി നിർത്തി ചെയ്യുന്നവനായും വിചാരിക്കുന്നവനായും പറയുന്നവനായും ഉള്ളവനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ നിയന്ത്രണത്തിൽ, എൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായി, എൻ്റെ വിചാരത്തിന് കീഴിൽ എന്നിലെ കർമ്മം ചെയ്യുന്നവനെയും വിചാരിക്കുന്നവനെയും പറയുന്നവനെയും നിർത്തുക. ലോകത്തെ ഏറ്റവും ആസ്വാദ്യമായി കർമ്മം ചെയ്യാവുന്നത് താൻ തന്നെ തൻ്റെ കർമ്മത്തെ ഉറ്റുനോക്കി ആസ്വദിക്കുമ്പോഴാണ്. ഇതിപ്പോൾ പരിശീലിച്ചെടുത്താൽ, ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് പരിശീലിച്ചു പോയാൽ നിങ്ങളെ വെല്ലാൻ ഒരാൾക്കും പറ്റില്ല. അതെത്ര കണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എത്ര പാരമ്പര്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് പറയാം, സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വികസിച്ച രൂപം അതാണ്. സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈക്കുമ്പിളിൽ തരാൻ കഴിയും. മേടിക്കാൻ നിങ്ങളുടെ കൈക്കുമ്പിളിന് വലിപ്പമുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. സ്വാതന്ത്ര്യം എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഐതിഹാസിക ഭാവമാണ്. ലോകത്തിലെ സമസ്ത അറിവും സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനൊരു ചോദ്യം ഇതിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തന്ന ആ പേപ്പറിൽ അങ്ങനൊരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അറിവിന് സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യാനാവുമോ എന്നാണ്. ഞാനതൊന്ന് തിരിക്കുക. സ്വാതന്ത്ര്യമാണ് അറിവിനെ പ്രദാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിൽ വെച്ചു മാത്രമേ കേവലമായ അറിവും ആനന്ദവും ആത്മവിഭൂതിയും കൈവരും. ആ സ്വാതന്ത്ര്യം കൈവെള്ളയിൽ ലഭിക്കാൻ ഏറ്റവും എളുപ്പം കർമ്മം ചെയ്യുന്ന, വിചാരിക്കുന്ന, പറയുന്ന മനോവാക്കായ കർമ്മങ്ങളെ മുഴുവൻ ത്രികരണങ്ങളെയും ഇട്ട് കളിക്കുന്ന മനുഷ്യനെ കേവലനായ അതേ മനുഷ്യന്റെ ബോധം കാണുന്നു എന്നറിയുമ്പോഴാണ്. എന്തു പറയുമ്പോഴും പറയുന്ന എന്നെ കാണാൻ ഒരാൾ പുറകിലുണ്ടാകണം. എന്തു വിചാരിക്കുമ്പോഴും വിചാരിക്കുന്ന എന്നെ ഞാൻ കാണണം. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ചെയ്തി ഞാൻ കാണണം. എന്നിട്ട് എന്ത് കർമ്മവും ചെയ്തോളൂ, ഒന്നും പരാജയപ്പെടില്ല. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് ആഗ്രഹങ്ങൾ നടപ്പാക്കുന്ന രീതിയിലുള്ള ഇന്ദ്രിയങ്ങളുടെ വിക്ഷോഭങ്ങളെയാണ് സ്വാതന്ത്ര്യമെന്ന് പൊതുവെ ആക്ടിവിസ്റ്റുകളും നേതൃവൃന്ദവും
സമൂഹവുമൊക്കെ കണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ വേണ്ടത്ര അവധാനതയില്ലാത്തതാണെന്ന് ഇനിയും നമുക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടുമില്ല. ആ തരത്തിൽ